നമസ്കാരം. തെന്നിന്ത്യൻ സിനിമയിൽ ഗായികയായും നടിയായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടി മമത മോഹൻദാസ്. ഹരിഹരൻ ചിത്രമായ മയൂഖത്തിലൂടെയാണ് മമത മോഹൻദാസ് വെള്ളിത്തിരയിലെത്തിയത്. 2003 മുതലാണ് ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത്. മയൂഖം എന്ന ചിത്രത്തിനു ശേഷം 2006 ബസ് കണ്ടക്ടർ, അത്ഭുതം, ലങ്ക, മധുചന്ദ്രലേഖ, ഭാവ കല്യാണി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. തുടക്കത്തിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് മമത മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു. 2007 ബിഗ് ബി എന്ന മലയാള ചിത്രത്തിലും ഏതാനും തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിരുന്നു. 2007 ഏപ്രിൽ 14-നാണ് മലയാള സിനിമ അന്ന് വരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത വിഷ്വൽസുമായി മലയാളത്തിന് സ്വന്തം മമ്മൂട്ടി അഭിനയിച്ച് അമൽ നീരദ് സംവിധാനം നിർവഹിച്ച സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലർ ബിഗ് ബി റിലീസാവുന്നത്. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷെ ബിലാൽ പഴയ ബിലാൽ തന്നെയാ എന്ന ഡയലോഗ് ഒരിക്കലെങ്കിലും പറയാത്ത മലയാളികളുണ്ടാകില്ല. അതായിരുന്നു ബിഗ് ബി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം. മേരി ടീച്ചറുടെയും അവരുടെ അനാഥാലയത്തിൽ വളർന്ന 4 ആൺകുട്ടികളുടെയും കഥയായിരുന്നു ബിഗ് ബി. ബിലാൽ ജോൺ കുരിശിങ്കൽ, എടി മുരുകൻ, ബിജോ എന്നീ കഥാപാത്രങ്ങളെ മമ്മൂട്ടി, മനോജ് കെ ജയൻ, ബാല, സുമിത് നവൽ എന്നിവരാണ് അവതരിപ്പിച്ചത്. നായകന് മാസ് കാണിക്കാൻ നെടുനീളൻ ഡയലോഗുകൾ ആവശ്യമില്ലെന്ന പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവന്നത് ബിഗ് ബിയിലൂടെയാണ്. കുറിയതും കുറുക്കി കൊള്ളാവുന്നതുമായ ഡയലോഗുകൾ നിറയെയുള്ള സിനിമയാണ് ബിഗ് ബി. സ്റ്റൈലിഷ് ആക്ഷൻ സീക്വൻസുകളും ഈ സിനിമയുടെ പ്രത്യേകതകളിലൊന്നാണ്. സിനിമ പോലെ തന്നെ ചിത്രത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും ഹിറ്റായിരുന്നു. അതിൽ ഇപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഗാനം ബാലയും മമത മോഹൻദാസും അഭിനയിച്ച മുത്തുമഴ കൊഞ്ചൽ പോലെ എന്ന റൊമാൻറ്റിക് സോങ് ആണ്. ബാലയുടെ കരിയറിൽ പിറന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ ഗാനം കൂടിയാണിത്. നടന് ആരാധകർ വർദ്ധിക്കാൻ കാരണമായതും ബിഗ് ബിയും ഈ ഗാനവുമാണ്. ബിഗ് ബിക്ക് ശേഷം മമതയും ബാലയും പിന്നീട് ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ തന്റെ ഓൺസ്ക്രീൻ പെയറിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് ബാല. ഞാനും ഗോകുലയും ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് എന്റെ ഏറ്റവും മികച്ച നായികയെ കണ്ടുമുട്ടിയെന്നാണ് മമതയെ കണ്ട സന്തോഷം പങ്കിട്ട് ബാല കുറിച്ചത്. മമതയ്ക്കൊപ്പം പകർത്തിയ ചില ഫോട്ടോകളും ബാല പങ്കിട്ടു. മുത്തുമഴ കൊഞ്ചൽ ജോഡിയെ വീണ്ടും ഒരുമിച്ച് കാണാൻ സാധിച്ച സന്തോഷം ആരാധകരും കമന്റ് ബോക്സിൽ അറിയിച്ചു. പഴയ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ കൂട്ടിക്കൊണ്ടുപോയെന്നും കമന്റുകളുണ്ട്. ബിഗ് ബിയിൽ അഭിനയിക്കുമ്പോൾ 26 വയസ്സ് മാത്രമേ ബാലയ്ക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും മനോഹരമായി നൃത്തം ചെയ്യുന്ന ചുരുക്കം ചില നായക നടന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു ആ സമയത്ത് ബാല. മമത അവസാനമായി മലയാളത്തിൽ ചെയ്ത സിനിമ ബാദ്രയാണ്. തമിഴ് മഹാരാജയാണ് അവസാനം റിലീസായത്. സിനിമ വലിയ വിജയമായിരുന്നു. അതേസമയം ബാലയ്ക്കൊപ്പമുള്ള മമതയുടെ ചിത്രങ്ങൾ ഞെട്ടലോടെയാണ് ആരാധകർ കാണുന്നത്. ചിത്രങ്ങൾ വൈറലായതോടെ നടിക്ക് എന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. നേരത്തെ അർബുദം എന്ന രോഗാവസ്ഥ നേരിട്ട് ഒരുപാട് പേരുടെ ആത്മവിശ്വാസം ഉയർത്തിയ വ്യക്തി കൂടിയാണ് മമത. എന്നാൽ ഇപ്പോൾ മറ്റൊരു പോരാട്ടത്തിലാണ് അവർ. വിറ്റ്ലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ത്വക്ക് രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മമത. തന്റെ നിറം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്നും തനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നും 1.5 വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ നടി പറഞ്ഞിരുന്നു. ഇതുകൊണ്ടാണോ മമതയുടെ മുഖം വളരെ ക്ഷീണതയായി കാണപ്പെടുന്നതെന്നാണ് ചിലർ ഇപ്പോൾ ചോദിക്കുന്നത്. അതോ ഷൂട്ടിംഗ് തിരക്കുകളോ മറ്റോ ആയതുകൊണ്ടാണോ ഇത്രയും ക്ഷീണിച്ച മുഖത്തോടെ നടിയുള്ളതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വളരെ മെലിഞ്ഞ് അവശയായ രീതിയിലാണ് മമതയെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നടിയുടെ കണ്ണുകളിലെല്ലാം ആ തളർച്ച കാണാനുണ്ടെന്നും ആരാധകർ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ബാലയ്ക്കൊപ്പമുള്ള ചിത്രത്തിൽ നടി ആകെ മെലിഞ്ഞ രീതിയിലാണ് കാണുന്നത്. ഇതോടെ ആശങ്കയിലാണ് ആരാധകരും. ക്യാൻസർ രോഗത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പലപ്പോഴും വിട്ടുനിന്നിട്ടുള്ള താരം ഈ അടുത്ത് വീണ്ടും സിനിമയിൽ സജീവമായതാണ്. 2 തവണ ക്യാൻസറിനെ അതിജീവിച്ചിട്ടുണ്ട് താരം. കഴിഞ്ഞ വർഷം ലോക ക്യാൻസർ ദിനത്തിൽ അനേകർക്ക് പ്രചോദനമാകുന്നൊരു 10-ഇയർ ചലഞ്ചുമായി താരം എത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ക്യാൻസർ വന്നപ്പോഴുള്ള 2009 ചിത്രവും 2019 ചിത്രവും പങ്കുവെച്ച് മമത പറഞ്ഞ വാക്കുകൾ ഏവർക്കും പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എനിക്ക് ക്യാൻസർ കിട്ടി, പക്ഷെ ക്യാൻസറിന് എന്നെ കിട്ടിയില്ല എന്നതായിരുന്നു അത്. പിന്നാലെ താൻ പുതിയൊരു രോഗവുമായി പോരാട്ടത്തിലാണെന്ന് പറയാൻ മമത മടിച്ചില്ല. തന്റെ തൊലിപ്പുറത്തെ യഥാർത്ഥ അവസ്ഥ യാതൊരു മറയും കൂടാതെ പങ്കുവച്ച് നടിയെത്തിയിരുന്നു. വാനിലെ ആകാശത്തെ തൊടാൻ വളരുന്ന ചോക്ലേറ്റ് എന്നാണ് വിറ്റ്ലിഗോ ബാധിച്ച തന്റെ ചിത്രം പങ്കുവച്ച് മമത കുറിച്ചത് തന്നെ. വിറ്റ്ലിഗോയിലൂടെ കടന്നു പോകുന്നവർക്ക് പോസിറ്റിവിറ്റി നൽകുന്ന ഈ കുറിപ്പിനെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയ അന്നും രംഗത്തെത്തിയിരുന്നു.